ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് വന്ന് ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തു. പുറം ഭാഗം നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഞാൻ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അല്ലെങ്കിൽ രാവിലെ ക്ലീനിങ്ങുള്ള സമയമൊന്നും കിട്ടില്ല. നമുക്ക് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കണം, ചോറ് കൊടുത്തു വിടണം, അങ്ങനെയുള്ള പരിപാടിയായിട്ട് രാവിലെ ഞാൻ ഇതിനൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞത്. ഇതാ കിച്ചണിൽ വന്ന് പിന്നെ അത് തലേ ദിവസം നമ്മൾ കിച്ചണൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് രാവിലെ കിച്ചണിൽ വരാനും നല്ല പെട്ടെന്ന് ജോലികൾ ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ അതാ ഞാൻ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാണ്. അപ്പോൾ ചായയൊന്നും ഇട്ടില്ല കേട്ടോ. രാവിലെ ചായ ഇവിടെ ആരും കുടിക്കാറില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ അങ്ങനെ ചായ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ദോശയാണ്. പിന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ എണ്ണയിലൊക്കെ വഴറ്റിയില്ല ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ട് കുക്കറിലൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് ഞാൻ അതാ ഒരു വലിയ സവാളയും 2 തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 സ്പൂൺ, അല്പം മതി കേട്ടോ, അത്രയും വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 3 വിസിൽ കേൾപ്പിക്കും. അപ്പം നമ്മുടെ ടൊമാറ്റോ തണുത്തതിന് ശേഷമാണ് ഇനി നമുക്ക് അരച്ചെടുക്കാം. ആ സമയത്ത് ഞാൻ ഇവിടെ തേങ്ങാ ചട്നി ഉണ്ടാക്കി നമ്മുടെ ദോശയെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കുക്കറിൽ തുറന്ന് അപ്പോൾ അതിന് ചൂടൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ചെറിയൊരു ആവി വരണേയുള്ളൂ. അപ്പോൾ ഇനി ഇതിനെ നമ്മുടെ കുക്കറിൽ നിന്ന് നമുക്ക് ചെറിയൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൽ സ്വല്പം വെള്ളമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, ഇല്ലെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോൾ മൊത്തം കളയും. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടല്ലേ ഇത് കുക്കറിൽ വേവിച്ചത്. ഇനി ഇതാ കടുകൊക്കെ താളിച്ചതിന് ശേഷം ആ വെണ്ണയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ടൊമാറ്റോയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ടൊമാറ്റോ ചട്നി റെഡിയായി. നല്ല എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡിയായി. ടൊമാറ്റോ ചട്നിയും തേങ്ങാ ചട്നിയും ദോശയും എല്ലാം കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ അതാ നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതാ അവർ രണ്ടുപേരും പപ്പയും മോനും കൂടെ അതാ നമ്മുടെ കാറൊന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ് സിറ്റിയിൽ. അങ്ങനെ പോകാൻ വേണ്ടി ഇതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെ അത് ഒരു 11 മണിയായി കേട്ടോ ഇപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചൊരു ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ. സാധാ ചെറുപഴമാണ്, അപ്പോൾ ചെറുപഴമാണ് ടേസ്റ്റ്. അങ്ങനെ അതെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇത് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അവർ പോയി, പക്ഷേ ഞാനും മോളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാൻ ചെറിയ പഴം, ഒരു 3 ചെറിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അത് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണമാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതാ ഞാനൊന്ന് ഫ്രീസറിൽ പാലൊന്ന് തണുപ്പിക്കാൻ വെച്ചാൽ ചെറുതായിട്ടൊന്ന് കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് നമുക്ക് പാലെടുത്ത് അതിലേക്ക് ചേർത്ത് ഒരു ഏലക്കയും കൂടെ ചതച്ചിട്ട് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കുതിർത്ത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പം ഞാൻ 2 പേർക്ക് കണക്കാക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് നമ്മുടെ മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും പാലും ചെറുപഴവും ഏലക്ക. ഇനി ഇതാ കുറച്ച് നട്ട്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അപ്പോൾ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കപ്പലണ്ടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പാലും പഴവും ഇത് കസ്കസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഐറ്റം വെച്ച് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതാ 1 കപ്പ് അവിലും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അവിലും നമ്മുടെ കസ്കസൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ അടിപൊളി ജ്യൂസാ ഡ്രിങ്ക്സ് എന്ത് വേണോ പറയും കേട്ടോ, റെഡിയായിട്ടോ. ഇനി ഞങ്ങളിതൊക്കെ കുടിച്ചിട്ട് മീൻ കേട്ടോ, നല്ല ഫ്രഷ്, നമ്മൾ അലുവ കഷ്ണം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല മീനായിരുന്നു, കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി ഫ്രീസറിൽ വയ്ക്കും. ബാക്കി ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് മീൻ കറിയും പിന്നെ കടച്ചക്ക ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു അവിയലും കൂടെ വയ്ക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ കടച്ചക്ക എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സാധാരണ ശീമച്ചക്ക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും.
നല്ലൊരു ഗുണമുള്ളൊരു സാധനമാണ്. അങ്ങനെ അത് ഞാൻ ഇതാ എടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് തീയിൽ വയ്ക്കാം, അവിയൽ വയ്ക്കാം, തോരൻ വയ്ക്കാം, എന്ത് വെച്ചാലും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടം കാരണം ഞാനും ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ട്. അതിൽ 2 കായ കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ ഇതായില്ല, അതുപോലെ നമുക്ക് നല്ല വിളഞ്ഞ് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം അങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് അവിയലിൻ്റെ പരുവത്തിൽ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് അതിനുള്ള അരപ്പിന് വേണ്ടി തേങ്ങയും മഞ്ഞളും ഉപ്പും മുളക് പൊടിയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീമച്ചക്ക ഉണ്ടല്ലോ, കടച്ചക്ക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പോൾ സാധാരണ അവിയൽ വയ്ക്കണ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ അരപ്പിൽ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ കടച്ചക്ക അത്യാവശ്യം ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ അരപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുപ്പിലേക്കൊന്ന് വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മീൻകറിയും ഈ അവിയലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. ഒരു അച്ചാറും കൂടെ അത്രയ്ക്ക് ടേസ്റ്റുമാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ മീനിന് തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടച്ചക്ക റെഡിയായി. മീൻ ഒന്ന് തിളച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച്. അപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് രണ്ടും മതി. അങ്ങനെ നമ്മളെ ലഞ്ചൊക്കെ റെഡിയായി. അപ്പോൾ അവർ എന്തായാലും ഇന്ന് വരുമ്പോൾ ലേറ്റാവും, 6 മണിയാവും. വണ്ടി ഇനി ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ലുലുവൊക്കെ കയറിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ്. നിങ്ങൾ ഈ കാണുന്നതാണ് KFC എന്ന് പറയുന്ന സാധനം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അവർ ഒരു 7 മണിയായപ്പോൾ എത്തിയിട്ട് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് KFCയും. അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഫ്രീ ആയിട്ട് ചിക്കൻ ഫ്രൈ. അതായത് പിന്നെ കുറച്ച് ആപ്പിൾ. അവിടുത്തെ ആപ്പിൾ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പല വെറൈറ്റി നാട്ടിലെ ആപ്പിളാണ് കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ജിലേബി. അപ്പോൾ ഇന്ന് ചായയും ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. വൈകിട്ടെന്ന് പറയാൻ പറ്റില്ല, 7 മണി കഴിഞ്ഞ്. പിന്നെ പേരയ്ക്ക, ഉപ്പിലിട്ട പേരയ്ക്ക ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അതായത് ഞങ്ങളെല്ലാവരും കഴിച്ച് ഇട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി രാത്രി ഡിന്നറായെന്നും പറയാൻ ആരും ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും KFC ചായയൊക്കെ കുടിച്ച് നല്ല ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് 2 ആപ്പിളും കട്ട് ചെയ്യണം. നമ്മുടെ പപ്പായ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പപ്പായയും കൂടെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്, അടുത്ത വീഡിയോയിൽ ഞാനത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പപ്പായയും ആപ്പിളും ഒക്കെ കഴിച്ച് ഇന്ന് വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല രാത്രി. അപ്പോൾ ഇവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിജയുടെ മാസ്റ്റർ സിനിമ. അതും കണ്ട് ഇതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.